ഈ സെഷൻ്റെ പേര് തന്നെയാണ് എല്ലാവരെയും ഇവിടെ ചേർത്തിരുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. നിഴൽ മൂടിയ രഹസ്യങ്ങൾ. ഞങ്ങൾ 3 പേരും രഹസ്യങ്ങളുടെ കെട്ടഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കാരണം എല്ലാവരും സസൂക്ഷ്മം സശ്രദ്ധം കേട്ടിരിക്കണം, കുറച്ച് അടുത്തിരുന്ന് ശ്രദ്ധയോടെ കേൾക്കണം. എപ്പോഴാണ് ഈ രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ പോകുന്നതെന്ന് അറിയില്ല. ജോക്സ് അപ്പാർട്ട്, ഈ സമയം നമ്മൾ എഴുത്തിനെ ആഘോഷിക്കുന്നു, സിനിമയെ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഇവരെപ്പോലുള്ള ആളുകളുടെ വാക്കുകൾ നമുക്ക് കിട്ടുന്ന വലിയ അവസരങ്ങളാണ്, പ്രചോദനങ്ങളാണ്. ഏവരെയും ഈ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 3 പേരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ല, എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ 3 പേർക്കും ഒരു പൊതു സ്വഭാവമുള്ളത് ക്രൈം എന്ന വാക്കിലാണ്. 3 പേരും ഈ കുറ്റങ്ങളുടെ പുറകിലുള്ള ആളുകളാണ്, കുറ്റവാളികളെ സൃഷ്ടിച്ചിട്ടുള്ളവരാണ്, അത് കണ്ടുപിടിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ളവരാണ്. ഒരു മനുഷ്യനിൽ തന്നെ 2 മുഖമുണ്ട് എന്ന് നമുക്കറിയാം. വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഇവനൊക്കെ ജീവിച്ചിരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്തവരായിട്ടുണ്ടാവില്ല. അതൊരു ക്രിമിനൽ മൈൻഡാണ്. എത്ര ഇടിവെട്ടി പോകുന്നു വെറുതെ, ഒരെണ്ണം അവൻ്റെ തലയിൽ വീണിരുന്നെങ്കിലെന്ന് വെറുതെയെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്തവരുണ്ടാവില്ല. അതൊരു ക്രിമിനൽ ബുദ്ധിയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയേണ്ടത് ഇവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ക്രിമിനലിൻ്റെ രഹസ്യമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ക്രിമിനലിനെ കുറിച്ച് ഞങ്ങളോടൊന്ന് പറഞ്ഞു തരൂ. ആദ്യം നമുക്ക് സ്വാമി സാറിൽ നിന്ന് തുടങ്ങാം. സർ, ലോകത്തിൽ എല്ലാവരുടെ മനസ്സിലും ക്രൈമുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ക്രിമിനലുണ്ട്. ഈ ക്രൈം എന്നൊക്കെ പറയാൻ നമ്മൾ ഈ പുറത്ത് കാണണോ ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്നോ നമ്മുടെ മനസ്സിലെ അനുഭവങ്ങളോ വികാരങ്ങളോ വിചാരങ്ങളോ അല്ല. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായി ചെയ്യുന്നതിനിടയ്ക്കുള്ള വിവേചനക്കുറവാണ് അതിനെ ക്രൈമാക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇപ്പം നമുക്കൊരാളുടെ ദേഷ്യം തോന്നിയപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് അയാളെ കൊല്ലാൻ കുത്തും. ചില ആൾക്കാർ എന്തിനാ കൊല്ലണം, അങ്ങനെ കൊല്ലാവോ, അല്ലെങ്കിൽ അങ്ങനെ കൊല്ലണത് എന്തിനാ? അതിനെയാണ് നമ്മൾ ഈ എമ്പതി എന്ന് പറയും. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നമ്മുടെ മനസ്സാണ് എമ്പതി. ആ എമ്പതി ഉണ്ടെങ്കിൽ 99% ക്രൈമും ഇല്ലാതാവും. എമ്പതി ഇല്ലെങ്കിൽ 100% ക്രൈമും ആവാൻ സാധ്യതയില്ല. ഈ എമ്പതിയുടെ ഏറ്റക്കുറച്ചിലാണ് നമ്മളെ ക്രിമിനലാക്കുന്നു, അല്ലാതാക്കും. ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു വളരെ വില കൂടിയ ഒരു കാറ് കാണുന്നു. ഇതുപോലെ ഒരെണ്ണം എനിക്ക് തോന്നിയാൽ പിന്നെ അതിനെ കൈവശമാക്കാനുള്ള വിദ്യ അറിവുള്ള ആളാണെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ കൈവശമാക്കാൻ ശ്രമിക്കും. അല്ലാത്തവൻ അയാളുടെ യോഗം ഉണ്ടായി ചില ഇങ്ങനെ. ഇതാണ് ഈ ക്രൈമിൻ്റെ ബേസിക് സൈക്കോളജി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഡിയയും അതിൻ്റെ മാനിഫെസ്റ്റേഷനും ഇടയിലുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്തെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ ലോകത്ത് ക്രൈം ഉണ്ടാവില്ല. പക്ഷേ ക്രൈം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയുടെ ആവശ്യമാണ്. ക്രൈം ഉണ്ടാവാതെ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പുരാണം കാണിച്ചൊരു ക്രൈം ഇല്ലാത്തത്, ഏതെങ്കിലും യുദ്ധമില്ലാത്തൊരു പുരാണം കാണിച്ചു തരും, സഹോദരന്മാർ തമ്മിൽ ചാവാത്ത പുരാണം കാണിച്ചു തരും. ഏത് മതത്തിലായാലും ക്രൈമുണ്ട്. ക്രൈം ഉണ്ടെങ്കിലേ അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. സ്വാമിയുടെ ഉള്ളിലുള്ള ക്രിമിനൽ നന്മ മാത്രമാണ്. ലോകത്ത് ഒരു മണിക്കൂർ നിൽക്കില്ല. ഒരു ഹിറ്റ്ലർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഹിറ്റ്ലറിന് ഈക്വലായിട്ടൊരു നല്ലൊരാൾ ഇപ്പുറത്തുണ്ടാവും. അത് പ്രകൃതിയുടെ നിയമമാണ്, ആർക്കും തെറ്റിക്കാൻ പറ്റില്ല. അത് എനർജിയുടെ തത്വമാണ്. ഓക്കെ, ദർ ഈസ് നോ പോസിറ്റീവ് വിത്തൗട്ട് നെഗറ്റീവ്. താങ്ക് യു. അപ്പം ഇനി അടുത്ത് ഇന്ദുചേട്ടൻ്റെ അടുത്താണ് അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ദുചേട്ടനെ കാണുമ്പോൾ തന്നെ ഉണ്ടൊരു അല്ലേ, നോക്കിയേ, ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിലെ ഒരു ഭയങ്കര സീക്രട്ട് കില്ലറിൻ്റെ ഒരു ഫേസ് കട്ടായിട്ടാണ് നടക്കുന്നത്. പറയും. വളരെ സന്തോഷം ഈ ക്രാഫ്റ്റിൻ്റെ വരാനും
വളരെ സന്തോഷം തോന്നുന്നു. ഒന്നൊരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാം. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ രാജകുടുംബം വക എന്നൊക്കെ എഴുതുന്നപ്പോൾ ഒരു സംശയം തോന്നി, വാളും പരിചയമൊക്കെ എടുത്തിട്ടുണ്ടോ പെട്ടെന്ന്. അപ്പോൾ വളം പരിചയമൊക്കെ ക്രൈമാണല്ലോ. അപ്പോൾ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ക്രൈം, പണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കൊല്ലും കൊലയും ഒരു അനുഷ്ഠാനം ആയിരുന്നു. പുതിയ ആധുനിക കാലത്തേക്ക് വരുമ്പം ഈ അനുഷ്ഠാനം എന്നുള്ളത് മാറുകയും നമ്മൾ ക്രിമിനൽ നിയമങ്ങൾ വരികയും പുതിയ രീതിയിൽ വരികയും ഇതിനെ എങ്ങനെ മറികടക്കാം ചുകൊണ്ട് നമുക്ക് ക്രൈമുകൾ ചെയ്യാം എന്നുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു 10 കൊതുകിനെങ്കിലും അടിച്ച് കൊല്ലുക എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള പ്രകൃതി വാസനയുടെ കാര്യം സ്വാമിചേട്ടൻ ഇവിടെ പറഞ്ഞല്ലോ. അന്തർലീനമാണല്ലോ ഈ പ്രകൃതിയിൽ ഈ ത്വര. കറക്റ്റാണ്, ത്വര നമ്മൾ പരാജയപ്പെടുത്തുക. ഹിംസ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ആത്യന്തിക സ്വഭാവമാണ്. അത് ഭക്ഷണമാവട്ടെ അല്ലാതാവട്ടെ. ഇപ്പം നമുക്ക് ഭക്ഷണത്തിന് പ്രതിയാണ് ഈ ഹിംസയുടെ ആത്യന്തിക ത്വര. അപ്പം ഭക്ഷണം എന്ന് പറഞ്ഞൊരു ആവശ്യകത കഴിഞ്ഞു വരുമ്പോൾ ഈ ഹിംസയെ പിന്നെ നമ്മൾ എവിടെ പ്രതിഷ്ഠിക്കും, എങ്ങനെ? അങ്ങനെയുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് നമ്മൾ ഈ പലതരത്തിലുള്ള ക്രൈം ചെയ്യുകയും ആധുനികമായ ക്രൈമുകൾ ഉണ്ടാവുകയും അതൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർ പിന്നെ പുസ്തകത്തിലേക്കാക്കി സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നത്. സോമചേട്ടൻ പറഞ്ഞതിൻ്റെ അനുബന്ധമായുള്ള ഒരു സംഗതിയും ഒരു സാധനം എന്ന് വെച്ചാൽ പറഞ്ഞ എമ്പതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം എന്ന് പറയാം. അങ്ങനെ ക്രൈം ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന കണക്ക് അതിൻ്റെ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മനുഷ്യന് ഉള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ പദ്ധതികളിന്മേലുള്ള ആത്മവിശ്വാസം, അതും ഈ ക്രൈമിൻ്റെ ഒരു പ്രധാന ഒരു സംഗതിയാണ്. പദ്ധതികളിന്മേൽ നമ്മളൊരു പദ്ധതി ഉണ്ടാക്കുക, അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ആത്മവിശ്വാസം, ഈ പദ്ധതി പൊളിയില്ല, ഈ പദ്ധതിയുടെ മേളിൽ അല്ലെങ്കിൽ വേറൊരാൾ ഈ പദ്ധതിയെ പൊളിക്കാൻ വരട്ടെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരിക്കലും അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനിങ് ആണ് സത്യത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം എന്ന് നമ്മൾ പറയുന്ന സാധനം. ബാക്കി പിന്നീട് ഇനി ശ്രീ പാർവതി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നന്ദി പറഞ്ഞേക്കാം. കാരണം ക്രാഫ്റ്റിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഇവർ രണ്ടുപേരുടെ നടുക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. കാരണം തുടക്കത്തിൽ നിൽക്കുന്ന ഒരാളാണ്, ഇവരൊക്കെ മാസ്റ്റേഴ്സാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിന്നെ ക്രിമിനൽ മൈൻഡ്, എനിക്ക് തോന്നുന്നു മനുഷ്യരെല്ലാവരുടെയും ഉള്ളിൽ ഒരു പാരഡോക്സ് ഉണ്ട്. അപ്പം എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അമ്പരപ്പ് തോന്നും. കാരണം ഉള്ളിൽ ഞാൻ ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ഒരാളാണ്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ആണെന്നല്ല അർത്ഥം, സ്പിരിച്വലാലിറ്റി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന കൊലപാതകങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊരാൾ മരണം സംഭവിച്ചാൽ അതെങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, അതെങ്ങനെയായിരിക്കും, നമ്മൾ ആ ചിന്തകൾ പല രീതിയിലേക്ക് പോകും. അയാൾ ഇങ്ങനെയായിരിക്കും കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുസ്തകമാക്കി എഴുതുമ്പോൾ അയാളെ ഏത് വിധത്തിൽ നമുക്ക് കൊല്ലാൻ പറ്റും. ശരിക്കും ഞാൻ ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്തപ്പം എൻ്റെ എഡിറ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ ആരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഫോണിൽ. അപ്പം ഈ നോവലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കൊലപാതകം എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്നവർക്ക് കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. ഇവളെന്തോ കാര്യമായിട്ട് കൊലപാതകം പ്ലാൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ നോവലിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത് നാച്ചുറലി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഭയങ്കര രസകരമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവണമല്ലോ. ഒരാളെ കൊന്നാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഗൂഗിളിലൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിൽ നിന്ന് ഊരാം നൈസായിട്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. ഞാൻ പോലീസുകാരുമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്, മറ്റേ വോയിസ് നോട്ട് അയക്കായിരുന്നു ബസ്സിലിരുന്നിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഇത് തന്നെയാണ്, എങ്ങനെ ഒരു കൊലപാതകം നടത്താം, എങ്ങനെ അതിൽ നിന്ന് പോലീസുകാരറിയാതെ ഊരിപ്പോരാം, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. എങ്ങനെ ചുരുളുകൾ അഴിച്ചെടുക്കാം, എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊരു ഭയങ്കര ഒരു ലഹരി പിടിപ്പിക്കുന്ന ഒരു ഭയങ്കര എന്താ പറയുക, വിഷമത്തോടു കൂടി പറയുകയാണ്, ഭയങ്കര ലഹരി പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
ഈ ഒരു ഇത്തരം കൊലപാതകവും ക്രിമിനൽ സംഗതികളും. കൊലപാതക അന്വേഷണവും. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഇതൊരു പാരഡോക്സ് ആണ്. നമ്മുടെ മൈൻഡ് ഒരു പാരഡോക്സ് ആണ്. മൈൻഡിലുള്ള മൈൻഡ് ഇങ്ങനെ ഡബിൾ മൈൻഡാണ്. അതാണ് എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഇതുണ്ട്. അതാണ് സത്യം. ശരിയാണ്. ഈ രഹസ്യം എന്നുള്ള വാക്കിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നു. പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു രസമാണല്ലേ രഹസ്യം എന്ന വാക്ക്. ഞാനൊരു രഹസ്യം പറയട്ടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അഡ്രിനാലിൻ ഷൂട്ട് ചെയ്യും. അതെന്താണെന്ന് അറിയാനുള്ള ത്വര നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. എസ്.എൻ. സ്വാമി സാറിൻ്റെ അടുത്താണ് എൻ്റെ അടുത്ത ചോദ്യം. ഇപ്പോൾ നമ്മൾ CBI ഡയറി ഗ്രൂപ്പ് അല്ലെങ്കിൽ CBI എന്ന് പറഞ്ഞ സിനിമ, ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു മലയാളിക്ക് അതിന് മുകളിലേക്ക്, അതിന് മുമ്പും ക്രൈം ഫിക്ഷൻസ് വന്നിട്ടുണ്ട്, പലതും ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷേ ഒരു അടയാളപ്പെടുത്താൻ ഇവിടുന്ന് അങ്ങോട്ട് CBI നമുക്ക് തുറന്ന് തന്ന ഒരു സംഗതിയായിരുന്നു. അപ്പം ഞാൻ പിന്നെ ആലോചിക്കുന്നു, ഈ പത്രത്തിലോ അല്ലെങ്കിൽ TV യിലൊക്കെ ഇത് CBI ഏൽപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ധാരണ മമ്മൂട്ടി വരും, ആ കേസ് തെളിയിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആ CBI ഡയറി കുറിപ്പും സേതുരാമയ്യരെയും പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത്. അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം സർ, ഈ സീരിയൽ കില്ലേഴ്സ് ഉണ്ടാവില്ലേ, ഒരു കൊലപാതകം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കൊല ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യൻ്റെ മൈൻഡ് ഉണ്ടല്ലോ. ഇവരെപ്പോഴും എന്തിനാണ് ഒരു സിഗ്നേച്ചർ അവിടെ ഇട്ടിട്ട് പോകുന്നത്? ഇവരെ പിടിക്കാൻ പുറകിൽ പോലീസ് വരും എന്നുള്ളത് കൊണ്ടാണ്. അത് റിയൽ ലൈഫിൽ അങ്ങനെ സിഗ്നേച്ചർ ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ ഇട്ടിട്ട് പോവാറുണ്ടോ? സീരിയൽ കില്ലേഴ്സിൻ്റെ സൈക്കോളജി ടോട്ടലി ഡിഫറെൻ്റാണ്. കാരണം അവർ കൊല്ലുന്നതിന് എൻജോയ് ചെയ്യുന്നവരാണ്. അതിൻ്റെ ആ ത്രില്ല് എക്സൈറ്റ്മെൻറ്റൊക്കെ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കും. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തതും ചെയ്യാം. ആ സാഹചര്യം, ആദ്യത്തെ ഒരു ക്രൈം ചെയ്ത സാഹചര്യം ഏതെങ്കിലും രീതിയിൽ പിന്നീടും ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്താൽ അത് ആവർത്തിക്കാൻ അവർ ആഗ്രഹിക്കും. അത് ആ എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. പക്ഷേ ഭൂരിഭാഗം കൊലപാതകങ്ങളും ഒരു പെട്ടെന്ന് റിഫ്ലക്സ് എമോഷനിൽ ചെയ്തു പോകുന്നതാണ്. അല്ലാണ്ട് വളരെ പ്ലാനിങ്ങോടെ നടക്കുന്ന വളരെ കുറവാണ്. പിന്നെ കളവ്, ഈ കൃത്യമായ ലക്ഷ്യത്തോടെ വലിയ കൊള്ള നടത്തുക ഇല്ലെങ്കിൽ കക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളിലും അവർ ഒന്നുകിൽ രക്ഷപ്പെടാൻ വേണ്ടി കൊല്ലും, ഇല്ലെങ്കിൽ തെളിവുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കൊല്ലും. അങ്ങനെ സംഭവിക്കും. എല്ലാത്തിനും ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട് ഏത് ക്രൈമിലും. അതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൽ. പിന്നെ ഈ ക്രൈം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ അതൊക്കെ ഓരോ ക്രിമിനലിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക ഒരു ക്രിമിനലിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇന്നതായി? അതായത് ക്രൈം നടക്കുന്നത് ഒരുപാട് കാരണങ്ങൾ എമോഷനാണ്, കണ്ടുപിടിക്കുന്ന മുഴുവൻ ഇൻ്റലക്റ്റാണ്. അപ്പോൾ ഇമോഷനും ഇൻ്റലക്റ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ. അപ്പോൾ ഇട്ട് വെക്കുന്നതിൻ്റെ പുറകിൽ പോകാൻ ഒരാൾ വരും, അയാൾ എമോഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. എമോഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പോയാൽ നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോകും. അവിടെയാണ് ഈ 3-ാം മുറയും 4-ാം മുറയൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ അതേ സമയത്ത് എമോഷനെ നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് അതാണ് ലോകത്ത് കൂടുതലും കാണുന്നത്, ഈ ഇൻ്റലക്ച്വൽ അപ്രോച്ചാണ്. അപ്പോഴാണ് അവർക്ക് കൂടുതൽ ക്രൈം ഈ കുറേ കൂടെ തത്വപരമായി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ എമോഷനും ഇൻ്റലക്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം, ഇപ്പം എനിക്ക് ജാഗ്രത ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ജാഗ്രത ഇത് കഴിഞ്ഞിട്ട് വന്നത്. അതിനുശേഷം സാർ ഈ CBI സീരീസിൽ സാറിന് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടും തോന്നിയിട്ടുള്ള സ്റ്റോറി ഏതായിരുന്നു? അതായത് നമ്മൾ ആദ്യത്തെ അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് വരെ കാണാത്തൊരു പോലീസ് ഓഫീസറെ ഒരു പുതിയ രീതി, അത് മമ്മൂട്ടിയാണ് കാരണം. മമ്മൂട്ടിയാണ് എനിക്ക് അതിനുള്ള ഇൻസ്പിറേഷൻ തന്നതും എനിക്ക് അതിനുള്ള മോറൽ സപ്പോർട്ട് തന്നു. ബാക്കി എൻ്റെ കൂടെയുള്ള ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഭയമായിരുന്നു. ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ അതിനെ സ്വീകരിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് അത് ദഹിക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 100% സപ്പോർട്ട് തന്നത് മമ്മൂട്ടിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ധൈര്യത്തിൻ്റെ കാരണം. ഞാൻ ചോദിച്ചത് ഇപ്പോൾ നേരറിയാൻ CBI ആണെന്ന് തോന്നുന്നു, കലാഭവൻ മണി ചെയ്തൊരു ക്യാരക്ടർ, അതിൽ അയാൾ കൊലപാതകി സേതുരാമയ്യർ CBI, അതിൽ അയാൾ കൊല ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കൊലപാതകം എൻ്റെതല്ല എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു പോയിന്റായിരുന്നു. അതെങ്ങനെയാണ് സാർ അങ്ങനെ ഒരു ഇംഗ്ലീഷ് ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഇംഗ്ലീഷ് ബുക്കിൽ ഞാനിങ്ങനെ വായിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അതിൻ്റെ പ്രിഫേസും ആയിരുന്നു ബാക്കിൽ. അപ്പോൾ ഔട്ട് ഓഫ് ദിസ് 13 1 ഈസ് നോട്ട് ഡൺ ബൈ മീ എന്ന് മാത്രം. ആ വാക്കിൽ നിന്നാണ്. പിന്നെ ആ ബുക്ക് വായിച്ചില്ല. മതി, ആവശ്യത്തിനുള്ളത് കിട്ടിയല്ലോ. ആ എലിമെൻ്റാണ് എന്നെ കഥയിൽ തിരിച്ചത്. ഓക്കെ. പക്ഷെ അത് വളരെ രസകരമായൊരു സംഗതിയായിരുന്നു. ഞാൻ ഇന്ദുചേട്ടനിലേക്ക് വരികയാണ്. ഇന്ദുചേട്ടാ, ഒരു ആളുടെ ഇടം
പിന്നെ പ്രത്യേകിച്ച് ഇന്ദുചേട്ടൻ്റെ എല്ലാ നോവലുകളിൽ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയുള്ള നാട്ടുകാർ, തൊട്ടടുത്ത് അറിയാവുന്ന ആളുകൾ, അവിടെയുള്ള കുഞ്ഞു കുഞ്ഞ് ക്രിമിനൽസ്, കള്ളന്മാർ, ഇവരൊക്കെ ഇന്ദുചേട്ടൻ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ദുചേട്ടൻ്റെ സ്ഥലം കൊല്ലം കൂടിയാണ്. ഈ കൊല്ലത്തുകാരെ കുറിച്ച് ട്രോളുകൾ ഒരുപാട് വന്ന് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് കൊല്ലംകാരെന്ന് പറയുന്നത്. ഇടം എങ്ങനെയാണ് ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരനെ, അതിൻ്റെ രഹസ്യം, സോറി ഞാൻ രഹസ്യം ചോദിക്കാൻ പറ്റുമോ, അതിൻ്റെ രഹസ്യം എന്താണ്? ഇടം എന്ന് പറയുന്നത് പിന്നെ ഈ ക്രൈമിൻ്റെ ഇതായിട്ട് മാറുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് നമ്മൾ തിരുട്ട് ഗ്രാമത്തിലൊക്കെ ജനിക്കണം. ശരിക്കും അവിടെ നിന്നാണ് വരേണ്ടത്. നമ്മൾ പിന്നെ നമ്മുടെ ശീലം പോലെ അതങ്ങ് തുടരുമല്ലോ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു ആധുനിക ഒരു സ്ഥലത്ത് ഭയങ്കര ഒരു ക്രൈം സിറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പം കൊളംബോയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു സ്ഥലത്തേക്കൊക്കെ അല്ലാതെ വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ നമ്മുടെ ഒരു സാധാരണ സിറ്റുവേഷനിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അതിൽ നിന്ന് ഒരു വലിയ ക്രൈം സംഗതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഇടവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാളിൻ്റെ കഥയാണ് അതിൻ്റെ ഒരു ക്രൈം ബുക്കാണ് ഈ തസ്കരൻ മണിയമ്പിള്ള എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കാലത്തുള്ള ഒരു 70s 80s ഉള്ള കളവ് ഇന്ന് നമ്മളൊരു ഭവനഭേദനം എന്ന് പറയുന്നതിൻ്റെ ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നോളജി എന്താണെന്നുള്ളതിൻ്റെ ഒരുപാട് കള്ളന്മാരെയും ഈ ഭവനഭേദന ആൾക്കാരെയും ജയിലുകൾ മറ്റു സാധനങ്ങളെല്ലാം ആ പുസ്തകത്തിലൂടെ കടന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അതൊരു അത്തരത്തിലുള്ള ഒരു പുസ്തകമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു സംഗതി ഇതിൻ്റെ അകത്തുണ്ട്, ഒരു മനുഷ്യൻ്റെ ഒരു ഇതിൽ. പക്ഷേ അപ്പോൾ അതിൻ്റെ അകത്ത് ഇടത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പം ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരുമായിട്ടുള്ള സഹവാസം നമ്മളെ അങ്ങനെ കൊണ്ടെത്തിക്കും. ഞാൻ അങ്ങനെ ഈ കൊള്ളക്കാരെ കൂടെ പോയി പിന്നെ ജീവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നമ്മളിപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ടല്ലോ, അതിൻ്റെ പുസ്തകം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ മറയൂരിലുള്ള അത്തരത്തിലുള്ള ചെറുപ്പക്കാരാണ്, അവർക്കറിയത്തില്ല നമ്മൾ പത്രക്കാരനാണെന്ന് അറിയത്തില്ല. നമ്മളൊരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഒരു പിൻബലത്തിൽ ഞാൻ ഇന്ന് രാത്രിയിലൊക്കെ ഇവിടെ ഈ ഫോറസ്റ്റുകാരിങ്ങനെ ഇത് ടോർച്ചൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ നമ്മളുണ്ട്. പക്ഷെ നമുക്കൊരു ഭയങ്കര അഭിവാഞ്ചയാണ് എന്താണ് ഈ ക്രൈം നടത്തുന്ന മനുഷ്യരുമായിട്ടുള്ള സഹവാസത്തിൽ നിന്ന്. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാനൊരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏത് തരത്തിലുള്ള മനുഷ്യർക്കും വന്നിരുന്ന അവരുടെ കഥ പറയാനായിട്ടുള്ള. അങ്ങനെയാണ് മറ്റേ ഈ ശംഖുമുഖി എന്നുള്ള കഥ ഉണ്ടാകുന്നത്. പിന്നീട് അത് പൃഥ്വിരാജ് അഭിനയിച്ച കാപ്പ എന്ന് പറയുന്നിട്ടുള്ള സിനിമയൊക്കെ അതൊക്കെ തിരുവനന്തപുരത്തുള്ള ഒരു സാമാന്യപ്പെട്ട അതിങ്ങനെ അവരിങ്ങനെ നറേറ്റ് ചെയ്യുക ഒരു സ്ഥലത്ത്. ഞാൻ എൻ്റെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഈ കസേരയിൽ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അല്ലാത്ത രീതിയിലുള്ള നമുക്ക് അറിഞ്ഞൂടല്ലോ ഈ ജീവിതം. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു, ഇത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നൂറുകണക്കിന് ആൾക്കാരുടെ ഇതുവരെ നമ്മുടെ മനസ്സിലേക്ക് പതിക്കുന്ന ചില സംഗതികൾ നമ്മൾ ചിലപ്പം നോട്ട് ചെയ്ത് അവിടെ വയ്ക്കുകയോ ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവർക്ക് ഇത് നമ്മൾ കേൾക്കാൻ ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പലരും വരുന്നത്. അല്ല നാളെ അവർ പേപ്പറിൽ ഇത് വരണമെന്നുള്ള ആഗ്രഹത്തില്ല. അങ്ങനെ കുറേ സഹവാസത്തിന് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇടവും എന്നൊക്കെ പറഞ്ഞാൽ ഇടം എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് നമുക്ക് അർത്ഥമാക്കാം. ഏതാ നമ്മളെ ഇടത്തിലേക്ക് അവരുടെ ഇടത്തിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരുടെ ഇടത്തിലേക്ക് നമ്മൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട്. അത് നമ്മളൊരു പിന്നെ ഒരു റൈറ്റർക്ക് ചെയ്യാൻ പറ്റും. അല്ല നമ്മളൊരു ഇടത്തരം ജീവിതം നയിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ക്രൈം വാസനകളുടെ പിന്നെ പുറകെ പോവുകയും അതുമായി നമ്മൾ താതാത്മ്യം ചെയ്യുകയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലീസുകാരുമായിട്ടൊക്കെ. പക്ഷെ അവരുടെ വേർഷനാണ്, ഇതങ്ങനല്ല, ഇത് ഇവരുടെ വേർഷനാണ്. അങ്ങനെ വേർഷൻസ് ഉണ്ട് പല ഇതിലും. അതിലേക്കൂടെ എല്ലാം കടന്നു പോകുമ്പോഴത്തേക്ക് ഇതിന് ഈ റൈറ്റിങ്ങിന് കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. നൈസ്. എനിക്ക് ഇന്ദുചേട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ചോദ്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഞാൻ ഇന്ദുചേട്ടൻ്റെ ആദ്യം വായിച്ചിട്ടുള്ളൊരു കഥ എന്ന് പറയുന്നത് വൂൾഫാണ്, ചെന്നായ. എനിക്ക് തോന്നുന്നത് ഈ ലോക്ക്ഡൗൺ ടൈമിൽ വന്നിട്ടുള്ളൊരു കഥയായിരുന്നു. ആ കഥ വളരെ ആധുനികമാണെന്ന് എനിക്ക് തോന്നി. വളരെ കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂ ബേസ് ചെയ്തിട്ടാണ് സംഭവം വന്നത്. ലോക്ക്ഡൗണിൻ്റെ അകത്ത് ഒരു സ്ത്രീ അവളുടെ ഒരു രഹസ്യ കാമുകനും അവളുടെ ഫിയോൻസിക്കും ഇടയിൽ പെട്ടുപോകുന്ന ഒരു ഭയങ്കരമായ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അത് സിനിമയാവുകയും ചെയ്തിരുന്നു. എനിക്കൊന്നു മമ്മൂക്കയ്ക്ക് അതിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയേണ്ടത് എങ്ങനെയാണ് അതിലെ ആ മുകളിലിരിക്കുന്ന കഥാപാത്രത്തിലേക്ക് ഇന്ദുഗോപൻ എത്തിയത്, അതിൻ്റെ രഹസ്യം? അല്ല, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ
നമ്മളിത് ഇപ്പം ഞാനതിൽ നമ്മളിതിൻ്റെ ഒരു പഠനം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നൂതനങ്ങളായ ക്രൈമുകളുണ്ട്. നമ്മളിപ്പോൾ ഇന്നിവിടെ തൃപ്പൂണിത്തുറയിൽ സംഭവിക്കുന്ന സ്വഭാവത്തിലുള്ള ക്രൈം ആവണമെന്നില്ല വേറൊരു സംസ്ഥാനത്തോ വേറൊരു സാമൂഹിക അവസ്ഥയിലുണ്ട്. അപ്പം ഞാൻ പത്രക്കാരനെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ മാക്സ്റ്റർ വഴി ഇതണക്കുള്ള ലോകത്തെമ്പാടും നടക്കുന്ന പത്രങ്ങൾ നമുക്കറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷൊക്കെ ആവട്ടെ മറ്റ് സാധനങ്ങളിലാവട്ടെ ഞാനിങ്ങനെ ഉള്ള ഇതെല്ലാം ഈ ക്രൈം ഇങ്ങനെ അരിച്ചു പറക്കാറുണ്ട്. ഈ സ്വഭാവം ക്രൈം മാറി മാറി വരുന്ന ക്രൈമിൻ്റെ സ്വഭാവം എന്തെന്ന് പറഞ്ഞിട്ടുള്ള രീതി. അപ്പോൾ അങ്ങനെ ഈ ഇപ്പം ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു മാഗസിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില ക്രൈം ഇൻവോൾവ് ആയിട്ടുള്ള തരത്തിലുള്ള മാഗസിൻസിൻ്റെ ഒക്കെ പുറകെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്രൈം ഹണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകത്തിൽ നിന്നാണ് സത്യത്തിൽ അതിൻ്റെ ആ ക്യാരക്ടർ വരുന്നത്. വെച്ചാൽ ഇത്രയുള്ള എൻ്റെ കഥ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ 3 പേര് മാത്രം സംഭവിക്കുന്ന ഒരു സ്റ്റോറി. അത് C5 നിങ്ങൾക്ക് കാണാം ഒരു പക്ഷേ. അർജുൻ അശോകൻ, സംയുക്ത മേനോൻ അവരൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. എന്ന് വെച്ചാൽ തൻ്റെ ഫിയാൻസിയെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി ആ വീട്ടിൽ വരുന്നു. ലോക്ക്ഡൗൺ വരുന്നു. അവർ രണ്ടുപേരും ആ വീട്ടിൽ മാത്രമായി ഇത് ചെയ്യപ്പെടും. പുറത്തിറങ്ങാൻ പറ്റാതെ ആവുന്നു. അപ്പോഴത്തേക്ക് അന്ന് രാത്രി ഇയാൾ അവിടെ ചെലവഴിക്കാൻ നിർബന്ധിതനാകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നു ഞങ്ങൾ 2 പേരും മാത്രമല്ല 3ാമതൊരാളും കൂടെ ആ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തോന്ന് വെച്ചാൽ ഈ സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ വരുമല്ലോ, കല്യാണമൊക്കെ അടുത്ത് വരുമ്പോൾ ഇയാൾ തന്നെയാണോ നമ്മൾ വിവാഹിതരാവേണ്ട ആൾ, എൻ്റെ ജീവിതം മൊത്തം ഇനി ഇങ്ങനെ പോവുകയാണെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇയാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് തോന്നിയ ഒരിതാണ്. അപ്പോൾ അവർ ഫേസ്ബുക്കിലോ മറ്റു സാധനങ്ങളിലോ കണ്ട് അവരുടെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുക. അയാളാണെങ്കിൽ ഇയാളുള്ള ഒരു ദേഷ്യവും വൈരാഗ്യവും ഇതുമൊക്കെ ഉള്ള ഒരു ക്രിമിനൽ ടെൻഡൻസി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ എന്ന് തോന്നുന്നു. ഇയാൾ ക്രൈമിൻ്റെ അങ്ങേയറ്റത്തെ മൂർത്തിയാണ് ഈ വന്നത്. അയാൾ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഈ സിംഹങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ നമുക്ക് സർക്കാർ തന്നെ ഇത് തരും. 4 കോടി രൂപ 5 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംഹങ്ങളെയൊക്കെ തന്നെ വെടിവെച്ച് കൊല്ലാം. അതായത് സർക്കാരിന് കാശില്ല. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്നൊക്കെ വലിയ പണച്ചാക്കുകൾ സ്ത്രീകളൊക്കെ വരും. വന്നിട്ട് എനിക്കൊരു സിംഹത്തിനെ വെടിവെക്കണം, 10 കോടി രൂപ സർക്കാർ എല്ലാം ലേലം ചെയ്ത് പറയും. അപ്പം പൈസ കൊടുക്കുക. അപ്പം ഇവർക്ക് ഇതങ്ങനെ വെടിവെക്കാനായിട്ട് നിന്നു കൊടുക്കുമോ സിംഹം? അപ്പം അതിന് പോകുന്ന ഗെയിം ഹണ്ടർമാരാണ് ഇത്. അവരെ കൊന്നിട്ട് തോക്ക് കൈ കൊടുക്കും, ചേട്ടത്തി അവരെ മുമ്പിൽ പോയി നില്ല് എന്നൊക്കെ പറഞ്ഞ തലയിലൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ ഈ തലയും മറ്റേ സാധനമൊക്കെ ട്രോഫിയാക്കി ഇവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്ക് പിന്നീട് അമേരിക്കയിൽ കള്ളു കുടിക്കാൻ ഇങ്ങോട്ട് ഞാനന്ന് സൗത്ത് ആഫ്രിക്കയിൽ വെടിവെച്ചു വന്ന അപ്പോൾ അതിന് പോകുന്നൊരു മനുഷ്യനാണിത്. അത്ര ക്രൈമിൻ്റെ മൂർത്തിയാണിത്. അപ്പം അതിൻ്റെ അങ്ങനെ ഒരു സാധനമാണ് എൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സാധനം കൂടെ പറഞ്ഞു നിർത്താം. ഈ ക്രൈം എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ അനുഭവ യോഗം എന്ന് പറയുന്നൊരു സാധനം കൂടെ ഉണ്ട്. ക്രൈം വെച്ചാൽ ക്രൈം ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. നമ്മളിലേക്ക് ഈ ക്രൈം വന്ന് പെടുന്നത് എങ്ങനെ? ഇപ്പോൾ ഒരു കള്ളൻ ഒരു വീട് സെലക്ട് ചെയ്യുക, ഇത് എൻ്റെ വീട് തന്നെ ആവുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സാധനമുണ്ട്. അത് ഞാൻ ഈ കള്ളൻ്റെ സാധനത്തിനോട് ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാളിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എടാ ഈ വീട്ടിൽ കയറിക്കളയാം, അവൻ്റെ കഷ്ടകാലമാണെന്ന് ആലോചിച്ചോണം. എത്രയോ വീട് രാജ്യത്ത് എൻ്റെ വീട്ടിൽ തന്നെ ഇവന് കയറാൻ തോന്നി എന്തെന്ന് പറഞ്ഞു. അപ്പം ക്രൈം എന്നും തന്നെ അനുഭവ യോഗം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു കള്ളവരോട് പറഞ്ഞു ഞാനിങ്ങനെ ഒന്നുമില്ല. ഒരു ദിവസം എനിക്കൊരു സ്വഭാവമുണ്ട് ഈ പല്ലിൻ്റെ ഇട കുത്തുന്നത്. ഞാനിങ്ങനെ പല്ലിൻ്റെ ഇട കുത്തി നോക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെയല്ലേ നമ്മൾ പല്ലിൻ്റെ ഇട കുത്തുമ്പോഴത്തേക്കാണ് ഒരു വീട്ടിൽ അവിടെ ഒന്ന് അവിടെ കയറുക. അപ്പം ആ പല്ലിൻ്റെ ഇട കുത്താൻ തോന്നിയ മറ്റവൻ്റെ കഷ്ടകാലം എന്നുണ്ട്. അപ്പം പിന്നെ അനുഭവ യോഗത്തിൻ്റെ ഈ മരണ സാധ്യതയുടെ ഒരു സാധനം കൂടെ പറഞ്ഞു നിർത്താം. എന്ന് വെച്ചാൽ അത് എൻ്റെ അടുത്ത് ഫോറൻസിക്സ് ഡയറക്ടറായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ്. ഈ ഒരു ലേഡി വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുക. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു വെടിയുണ്ട വന്ന് അവരുടെ ചെവിയുടെ പുറകെ തറച്ച് ഇവർ മരിച്ചു പോവുക ചെയ്തു. ഭയങ്കരമായ അന്വേഷണം ഇങ്ങനെ നടന്നു വരിക. അങ്ങനെ അവരുടെ ഡിറ്റക്റ്റീവുമാർ ആ പ്രദേശങ്ങളിൽ മാസങ്ങളോളം അരിച്ചു പറക്കി കഴിഞ്ഞതിന് ശേഷം അവർ കണ്ടെത്തിയ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതൊരു കൊലപാതകമല്ല, ഇത് റിക്കോഷെ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിലേക്ക് വന്ന. റിക്കോഷെ എന്ന് വെച്ചാൽ ഇവരിങ്ങനെ കാറ് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയ വാട്ടർ ബോഡി ഉണ്ട്, വലിയ വാട്ടർ ബോഡി. അപ്പം എൻ്റെ അങ്ങേ അറ്റത്തൊക്കെ നിന്നിട്ട് കിളികളെയൊക്കെ അയച്ച് ഇതിനെയൊക്കെ വെടിവെക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പം നമ്മൾ വെടിവെച്ചപ്പോഴത്തേക്ക് ഈ വെടിയുണ്ട വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ തെറിച്ചിട്ട് നമുക്ക് അറിയത്തില്ലേ, ഈ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കഴിയത്തില്ലേ, നമ്മൾ ഈ കല്ലെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എറിയുന്നുണ്ടല്ലോ. അപ്പോൾ കല്ല് ഇത്രയും ഇതുള്ളൊരു സാധനമാണെങ്കിലും ഇതിൻ്റെ പുറത്തൂടെ തെറിച്ച് അപ്പുറം ചെല്ലും. പക്ഷെ വെടിയുണ്ട അങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്നിട്ട് ഈ ലേഡി ഇങ്ങനെ 1/2 ഇഞ്ചെങ്ങാണ്ട് ഈ കാറിൻ്റെ ഡോറ് തുറന്നു വെച്ചിരുന്നു.
ഇത് റിക്കോഷെ കാരണം ഇത് അപ്പുറം ചെന്നിട്ട് തെറിച്ച് ഇത് വരികയും ഈ സൂക്ഷ്മമായി ഇതിൻ്റെ അകത്ത് വരികയും ഈ സ്ത്രീയുടെ പുറകെ വന്ന് വീഴുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ക്രൈമിൻ്റെ അനുഭവയോഗം എന്ന് ഞാൻ പറയുന്നത് വേറെ ഇതാണ്. സ്പിരിച്വൽ ആയതുകൊണ്ട് പാർവതിക്കും കൂടെ വേണ്ടി കൊടുത്ത മറുപടിയാണ്. അപ്പോൾ ഞാൻ ശ്രീ പാർവതിൻ്റെ അടുത്താണ്. പാർവതി, എനിക്ക് തോന്നുന്നത് ഈ അപസർപ്പക നോവലുകൾ എഴുതുന്ന അല്ലെങ്കിൽ കഥ എഴുതുന്ന സ്ത്രീകൾ തുലവും കുറവാണ് അല്ലേ, എണ്ണത്തിൽ കുറവാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ആള് ഒരു നോവലിൽ അഗത ക്രിസ്റ്റിയെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതായത് ഈ അപസർപ്പക നോവലുകളുടെ ഒരു വലിയ തലതൊട്ടമ്മയെ എടുത്ത് നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ആദ്യമേ കയ്യടി അർഹിക്കുന്ന ഒരു പരിപാടിയാണത്. ഞാൻ ചോദിക്കാൻ വരുന്ന ചോദ്യം ഇതാണ്. അഗത ക്രിസ്റ്റി നിങ്ങളെ വിട്ടു പോയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടോ അവരവിടെ? നമ്മൾ അങ്ങനെ സ്ത്രീകൾ മാത്രം എല്ലാത്തിലും മാറി നിൽക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ എഴുതുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ക്രൈമിലും സ്ത്രീകളുണ്ടല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ക്രൈം ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ജോളി ആയിരിക്കും അല്ലേ? ജോളി നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ ഒരു സ്ത്രീയാണ്. അപ്പോൾ നമ്മളെല്ലാത്തിലും സ്ത്രീകളുണ്ട്, അത് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അഗത ക്രിസ്റ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ക്രൈം എഴുതുന്നവരുടെയൊക്കെ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ ഷെർലക് ഹോംസ് അല്ലെങ്കിൽ അഗത ക്രിസ്റ്റി എന്ന് പറയുന്ന ആ ഒരു രണ്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന രണ്ട് പേരായിരിക്കും. അപ്പോൾ എനിക്ക് അഗതയെ കൂടുതൽ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ അവരെ തന്നെയാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സജഷൻ കിട്ടിയതാണ് അഗത ക്രിസ്റ്റിയെ കുറിച്ചിട്ട് ഒരു ബയോഫിക്ഷൻ എഴുതാമോ എന്ന് പറയുന്നൊരു സജഷൻ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു പുള്ളിക്കാരി ഒരു ദിവസം വീട്ടിൽ നിന്ന് അപ്രത്യക്ഷയായി. 11 ദിവസങ്ങൾക്ക് ശേഷം പുള്ളിക്കാരിയെ കണ്ടെത്തി. പക്ഷേ ഈ 11 ദിവസങ്ങൾ പുള്ളിക്കാരി എവിടെയായിരുന്നു, പുള്ളിക്കാരി എന്ത് ചെയ്തതാണ്, പുള്ളിക്കാരിയെ ആരാണ് കൊണ്ടുപോയത് എന്നൊന്നും ഒരു കാര്യവും അറിയില്ല. അപ്പോൾ അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. പുള്ളിക്കാരി അവരുടെ ബയോഫിക്ഷനിലൊന്നും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ലോകത്തെമ്പാടുമുള്ള അവരുടെ ഫാൻസ് ഇതിനെക്കുറിച്ച് പല കഥകളും പറഞ്ഞുണ്ടാക്കുന്നു. അപ്പോൾ പല പല കഥകൾ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കത് പൂരിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ചാൻസ് ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അഗത ക്രിസ്റ്റിയെ പഠിക്കാൻ തുടങ്ങിയത്. വായനയിൽ നിന്നും പഠിക്കുക എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണല്ലോ. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീൽ എനിക്ക് കിട്ടിയത്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, ഇറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത്, കഥ പറയുന്ന ഒരു രീതിക്ക്. 36-ാമത്തെ വയസ്സിലാണ്. ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ എനിക്കും 36 പ്രായം. ഞാനത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചതാ. ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അവർക്ക് ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു ഈ എഴുത്തിൽ. അപ്പോൾ എനിക്കും പണ്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അക്ഷരങ്ങൾ തിരിച്ചെഴുതുക, സാഡാ പോലെ എഴുതുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല പല പല കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണല്ലോ അവർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അയ്യോ ഇത് ഞാനെങ്ങാണോ മറ്റേ നാഗവല്ലിക്ക് സംഭവിച്ച സാധനം അതല്ലേ, നാഗവല്ലിയായിട്ട് പുനർജനിച്ചതാണോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പിക്കും. അപ്പോൾ അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അപ്പോൾ നമ്മൾ അവരായിട്ട് ഒരു എന്താ പറയുക, പരകായം ചെയ്ത പോലെ ഒരു അനുഭവം തോന്നി. അങ്ങനെ പിന്നെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കില്ല. ഒരു കുറേയൊക്കെ റിസർച്ച് നടത്തി, കുറേ നല്ല റിസർച്ച് നടത്തി ഈ ബേസിക് സ്വഭാവം അറിയാൻ വേണ്ടി. നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ക്യാരക്ടറിലുള്ള സ്വഭാവം കൊണ്ടാണ് ഈ ക്യാരക്ടർ ഇറങ്ങിപ്പോവാതിരിക്കാം ആണല്ലോ. പിന്നെ നമുക്ക് തോന്നും, എനിക്ക് ആ ഒരു കാലം ഭയങ്കര ഇഷ്ടമാണ്, ലണ്ടനിലുള്ള ആ ഒരു കാലം. പിന്നെ ഇപ്പോഴും മേ ബി നമ്മുടെയൊക്കെ തോന്നലാണല്ലോ ഇതൊക്കെ. ആ സമയത്ത് ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പാട്ടുകൾ, വസ്ത്രധാരണ രീതികൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അഗത ക്രിസ്റ്റിയെ വായിക്കുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ ഇതൊക്കെ ഓരോ ചിന്തകളാണല്ലോ നമ്മളിങ്ങനെ
ഭയങ്കര ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി ആ കാലത്ത് നമ്മൾ ഉണ്ടായിരിക്കാം അല്ലേ, ഞാൻ ഇനി പുനർജനിച്ചതാണെങ്കിൽ പല ചിന്തകളിലേക്ക് പോയി. മനുഷ്യരാണല്ലോ. അത് രസകരമായ ചിന്തയായിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്ക് വയലറ്റ് പൂക്കളുടെ മരണത്തിൽ അലീന അവള് വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടി തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു ക്രൈമിനെ കുറിച്ച് ചിന്തിക്കുകയും, അപ്പം എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, നമുക്ക് നമ്മുടെ നോവലുകളിലോ അല്ലെങ്കിൽ ക്രൈം സിനിമകളിലോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു CBI ഓഫീസറോ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനോ അല്ലെങ്കിൽ ഒരു CIDയോ അല്ലെങ്കിൽ ഒരു 8 പേര് വന്നാൽ ഇടിച്ചിടാൻ ശേഷിയുള്ള ഒരു വലിയ മനുഷ്യൻ ആണ് കേസ് തെളിയിക്കുന്നത്. ഇവിടെ വയലറ്റ് പൂക്കളുടെ മരണങ്ങളിൽ ഇവളാണ് ഇതിൻ്റെ കെട്ടഴിക്കുന്നത്. അവള് വീൽ ചെയറിലിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവളിലേക്ക് ഈ മുഴുവൻ വലിയ ഉത്തരവാദിത്വം എടുത്തു വെച്ചു കൊടുത്ത അതിൻ്റെ രഹസ്യം എന്താ? സത്യത്തിൽ ഈ ഒരു ചോദ്യം ഞാൻ ഈ ഒരു നോവലിൻ്റെ ഒരു സീരീസിൻ്റെ ഒരു ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിനോപ്സിസ് ഞാൻ എഴുതി കൊടുത്തു അവർക്ക്. അപ്പം അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം, വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു ക്രൈം കണ്ടെത്തുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. നമ്മളതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും? കാരണം ഇപ്പം എനിക്ക് അതിന് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ പറ്റും, അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ആയിക്കൂടാ? നമുക്കും അങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ പരിചയമുണ്ട്. നല്ല ബുദ്ധിയുള്ള പെൺകുട്ടികളെ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് മാത്രമാണ് അതിൻ്റെ ഒരു ഇമോഷണലി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റേ ആൾ ഇമോഷണലി ആയിരിക്കും ഇത് വർക്കിലെടുക്കുക. പക്ഷേ ഒരു അന്വേഷണം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വെയിൽ പോയാൽ ഇത് വളരെ പ്രോപ്പറായിട്ട് തന്നെ പോകും. നമ്മളോട് ഇടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. സാറ് പറഞ്ഞത് വളരെ ഇതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വെയിൽ പോയി കഴിഞ്ഞാൽ കുറേ പരാധീനതകൾ ഉണ്ടാവാം. നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല, എല്ലായിടത്തും ഒന്നും പോയിട്ട് നടന്നു പോയി അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും. പക്ഷേ മൈൻഡ് അതിന്റെ പിന്നിലുണ്ട്, ഇന്റലിജൻസ് ആണ് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അത് തന്നെയാണ് എല്ലാ പറയുന്ന പോലെ പോലീസുകാരാണെങ്കിൽ പോലും അവർ ഉപയോഗിക്കുന്ന പരിപാടി ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഇന്റലിജൻസ് ആണ്. താങ്ക് യു. സ്വാമി സാറിൻ്റെ അടുത്താണ് ഒന്നുകൂടി വരുന്നത്. സർ, തിരക്കഥ എഴുതുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പോൾ മമ്മൂട്ടി വരുമെന്നും ഈ കേസ് തെളിയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് സിനിമ മുഴുവൻ കണ്ടിട്ടുള്ളത്. ഇത് എങ്ങനെ ഈ സംഭവം ഉണ്ടാവും എന്നുള്ളിടത്താണ് സാറിൻ്റെ മാജിക് ഇരിക്കുന്നത്. സർ, മമ്മൂട്ടിക്കും മോഹൻലാലിനും സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുള്ള ആളാണ്. രണ്ടുപേരെയും ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡം ലെവലിൽ കയറ്റിക്കൊടുത്തത് സാറിൻ്റെ 2 സിനിമകളായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കഥകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ എഴുതുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ചൊന്ന് ആ രഹസ്യം ഒന്ന് പറയൂ സർ. അറിയാതൊന്നും ഇരിക്കില്ല. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആരും ചോദിക്കില്ല എന്നോട്. കാരണം പലതും നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോഴായിരിക്കും അതിന് കൂടുതലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. പിന്നെ പലതും ഈ പറഞ്ഞ പോലെ ഒരു സ്കെൽട്ടൺ ഫോം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അവർക്ക് അറിയാൻ പറ്റും. അപ്പം അത് കാരണം ഒരുപാട് സ്ക്രൂട്ടനൈസിങ് ഉണ്ടാവില്ല. ഇങ്ങനെ സ്ക്രിപ്റ്റൊന്നും ഞാൻ ആരുടെടുത്തും വായിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്കൊരു വിശ്വാസം വളരെ പ്രധാനമാണ്. ഇന്ന ആൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടാവുക വളരെ പ്രധാനമാണ്. അതൊക്കെ ആയിരിക്കണം നമ്മളോട് കൂടുതൽ അത്തരം കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യാത്തത്. ഈ അതുപോലെ ആളുകൾക്ക് ഡയലോഗ് എഴുതുമല്ലോ, ചില ഡയലോഗുകൾക്ക് കൾട്ട് ഡയലോഗുകളാണ്. ഈ ഡയലോഗുകൾ മനഃപൂർവ്വം പ്ലേസ് ചെയ്യുന്നതാണോ? എങ്ങനെയാണ് ആ ഡയലോഗുകൾ? പലതും മനഃപൂർവ്വമാണ്. പലതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചിന് വേണ്ടി ചെയ്യുന്ന നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് എഴുതിയിട്ടുണ്ട്. നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് എഴുതിയ ഡയലോഗേ. ഇത് എങ്ങനെയാണ് ഇത്തരം കൾട്ട് ഡയലോഗുകൾ എഴുതാനായിട്ട് സാറിന് കഴിയുന്നത്? എനിക്ക് പാർട്ട് ഓഫ് മൈ ഇമാജിനേഷൻ ഓൺലി. ഐ കനോട്ട് സേ ഹൗ ഇറ്റ് ഹാപ്പൻ. ഇപ്പൊ ഈശോ മോസി എന്നും പറഞ്ഞ ഒരു സംഭവമുണ്ട് സേതുരാമയ്യ. ഒരു ആംഗിളിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥം, അതിന്റെ 90 ഡിഗ്രി ഓപ്പോസിറ്റ് വായിച്ചാൽ വേറൊരു വാക്കാണ്. ശരിയാണ്. എങ്ങനെ ഉണ്ടാവും? I took 6 months to find it out. 6 മാസം കഴിഞ്ഞ് ഞാൻ അതൊരു എഴുതി മുഴുവൻ കയറി കളഞ്ഞ് വെച്ചു. അതിന്റെ ക്ലൈമാക്സ് തന്നെ അതാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് മനസ്സിന് വേറെ ഒന്നുമില്ല. ഇങ്ങനെ വായിച്ചാൽ ഒരർത്ഥമായിരിക്കണം, അത് ഇങ്ങനെ വായിച്ചാൽ വേറെ. ഇത് മാത്രമേ ഉള്ളൂ ഐഡിയ. ഓക്കെ. അത് ഞാനിങ്ങനെ ആൽഫബറ്റ്സ് മുട്ട എഴുതിയിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അതിന് മീനിങ് ഫുൾ ആയിരിക്കണം. അതെ ഒരു പേരായിരിക്കണമല്ലോ.
ആ മരിച്ച ആൾ എഴുതാണ് എന്ന് വരുമ്പോൾ അതൊരു മീനിങ് ഫുൾ ആയിരിക്കണം. അതെ അയാൾ മരിച്ച് കിടക്കുമ്പോൾ എഴുതാവുന്ന ഒരു അർത്ഥമുണ്ട്. അതാ ഈശോ എന്നും അതെ പറഞ്ഞു. അതെ അതെ അത് തിരിച്ചു വായിക്കുമ്പോൾ മോസി എന്നയാളുടെ മരുമകളുടെ പേരാണ്. യെസ് യെസ് അത് ഒത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് കിട്ടിയതാണോ അതോ സാർ അതിന് വേണ്ടി 6 മാസം? ഞാൻ അത് കിട്ടാണ്ട് എഴുതില്ല. ഓക്കെ, ഐ ടുക്ക് 6 months. അതൊക്കെ എഴുതിയിട്ട് ബാക്കി കാര്യം. അതിനുവേണ്ടി ഞാൻ എത്ര വേണേൽ താമസിക്കും അത് കിട്ടാൻ വേണ്ടി. ആ വെയിറ്റിംഗ് ആണല്ലേ അതേപോലെ ഇപ്പൊ പുതിയതായിട്ട് അല്ല, ആദ്യം അങ്ങനെ തോന്നണം, ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് വരണം എന്നെനിക്ക് തോന്നണം. ചിലപ്പോൾ ആ പല കഥകളും അങ്ങനെ തോന്നൽ നിന്നാണ് ഫുൾ കഥ. ബാക്കും ഫ്രണ്ടും ബാക്കും എല്ലാം പിന്നെ ഉണ്ടാവുന്നത്. ഒരു ഐഡിയ എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്യണം. ആ ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡയലോഗായിരിക്കും, അതെ, ചിലപ്പോൾ ഒരു വേർഡായിരിക്കും. ആ വേർഡായിരിക്കും എക്സ്പാൻഡ് ചെയ്ത് ഒരു സിനിമയായിട്ടൊക്കെ മാറുന്നുണ്ടാവുക. സാർ അങ്ങനെയാണെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ CBI 6 അറിയില്ല. അത് ഈ പറഞ്ഞ പോലെയാണ്. യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. എൻ്റെ ഇമാജിനേഷൻ അത് ഫ്ലവർ ചെയ്യണം, അല്ലാതെ മാർഗമില്ല. താങ്ക് യു സർ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇങ്ങനെ നമ്മൾ എഴുതുന്നത് മുഴുവൻ സക്സസ്ഫുൾ ആവും, എഴുതുന്നത് മുഴുവൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വി ആർ ഓൾ പാർട്ട് ഓഫ് ദി ജനറൽ റൂൾസ്. യെസ് യെസ് യെസ്. അപ്പോൾ അതനുസരിച്ച് നല്ലത് ഉണ്ടാക്കാൻ തന്നെയാണല്ലോ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലേ സാർ? യെസ്, താങ്ക് യു. ഇന്ദു ചേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വന്നോട്ടെ. സിനിമയിലേക്കാണ് അപ്പോൾ നമ്മൾ സിനിമയാണ് സംസാരിച്ച് നിന്നത്. പൊന്മാൻ ഇപ്പോൾ വളരെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പൊന്മാൻ തിരക്കഥ എഴുതുമ്പോൾ അത് അതിന് മുമ്പ് വന്നിട്ടുള്ള 4-5 ചെറുപ്പക്കാരെന്ന കഥ തന്നെയാണ്. ശരിക്കും അതിലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയാവുന്ന ആൾ അജേഷിനെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. അയാളും ശരിക്കും ഒരു വില്ലൻ, ഒരു കുറ്റവാളി തന്നെയല്ലേ? ഈ കുറ്റവാളികളാണല്ലോ അതിനകത്ത് എല്ലാവരുടെ മൈൻഡിലുമുള്ള ക്രൈം സെൻസ് അതിനകത്ത് കിടക്കുന്നില്ലേ? അത് വളരെ നല്ല നിരീക്ഷണം. കാര്യം വെച്ചാൽ പലപ്പോഴും നമ്മൾ വില്ലൻ അല്ലെങ്കിൽ നായകൻ എന്നൊക്കെ പറഞ്ഞത് ഒരു ചെറിയ നൂൽപ്പാലത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു വിശ്വാസം മാത്രമാണ്. കാരണം എന്ന് പറയുന്നൊരു സംഗതിയാണ്. നമ്മളുടെ സിമ്പതി എന്ന് പറയുന്നുള്ളൊരു സംഗതി ഈ ത്രാസ് പോലെ പ്രേക്ഷകൻ്റെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ എങ്ങോട്ട് മാറുന്നു എന്നുള്ളതനുസരിച്ച് എടുത്തിരിക്കും. ഇതിൻ്റെ അകത്ത് ആത്യന്തികമായ വില്ലൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നായകനായ അജേഷ് എന്ന് പറഞ്ഞാൽ അയാൾക്ക്, നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ സൂചന പറയാം. ഒരു ഒരു പെൺകുട്ടിക്ക് തലേന്ന് കല്യാണത്തിന് ഇട്ട് നിൽക്കാനായി ഒരു പൊന്ന് കൊടുക്കാൻ വരുന്ന ഒരു ഇടത്തരം ജ്വല്ലറിയുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഈ അജേഷ്. അപ്പം അയാളെ വെട്ടിച്ച് കൂടുതൽ സ്വർണം ശരീരത്ത് ആയിപ്പോയ പെൺകുട്ടി രക്ഷപ്പെട്ട് ഭർത്താവിൻ്റെ നാട്ടിലേക്ക് പോകുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം അതിൻ്റെ അകത്താണ്. കാര്യം ഈ പിരിവ് കാര്യമായി നടന്നില്ല, കാര്യം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ആ പെണ്ണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭർത്താവിന് ഈ സ്വർണം വെച്ച് അതിനേക്കാൾ വലിയ ആവശ്യകത നേടാനുണ്ട്. അപ്പം ഇയാൾ ഇതിനെ പിന്തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മനുഷ്യനാണ്, പക്ഷേ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ഉള്ള ഇയാൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇയാളുടെ ക്രമം കണ്ടു കഴിഞ്ഞാൽ ഇയാളാണ് ആത്യന്തികമായിട്ടുള്ള വില്ലൻ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ന്യായീകരണമുണ്ട്. അപ്പോൾ ഈ ന്യായീകരണം എന്നുള്ള ഒറ്റ ഈ പറയുന്നതിനുള്ള ഒരു അതെ ആക്സിസ്, അതിൻ്റെ ഒരു ആക്സിസ് എന്ന് പറയുന്നത് അതാണ് അയാളുടെ റീസൺ എന്ന് പറഞ്ഞ സാധനം. അയാൾ എന്ത് കാണിച്ചാലും അയാൾക്ക് കിട്ടേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയിലേക്കാണ്. അല്ലെങ്കിൽ മറ്റേയാൾ എന്തെല്ലാം ന്യായീകരണം വില്ലനുണ്ടെങ്കിലും ഇതിൽ കൊടുക്കാൻ ഇതാണെന്നുള്ള. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ആക്സിസിൻ്റെ ഒരു സാധനം നമ്മൾ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ലാസ്റ്റ് അവസാനം നമുക്കൊക്കെ ഇവർ തമ്മിൽ പ്രണയത്തിലായോ? അതായത് ഇന്ദുചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചോദ്യം അത്. ഈ കൊലപാതകവും കള്ളത്തരവും കളവും ഇതൊക്കെ നിർത്തിയിട്ട് നല്ല പ്രണയം എഴുതിക്കൂടെ മനുഷ്യ? ഒരു പ്രേമകഥ നിങ്ങളുടെ അടുത്ത് നിന്ന് വരുമോ? നിങ്ങളുടെ കഥാപാത്രങ്ങൾ പോലും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് എന്നാൽ ഞാനും വരാം നിൻ്റെ കൂടെ, ഇങ്ങനെയാണ് പ്രണയം പറയുന്നത്. ഈ പൊന്മാനിൽ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രണയം എഴുതാൻ പറ്റാത്തത്? എന്തുകൊണ്ട് എഴുതുന്നില്ല? ഉണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ, ഉള്ള സാധനമല്ലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എല്ലാ ആൾക്കാർക്കും പിന്നെ ശക്തിയും ദൗർബല്യം കാണും. നമ്മളെപ്പോഴും ആലോചിക്കാനുള്ളത് വെച്ചാൽ ഒരാൾ ചിലപ്പോൾ സ്വാമി ചേട്ടനാണെന്ന് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മളുടെ വേറൊരു സ്ഥലത്ത് നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് ശക്തി ചെയ്തത്. നമ്മൾ ബ്രൂസ്ലിയുടെ ഒരു കാലിന് പിന്നെ നീളം കുറവാന്ന് പറയും. അപ്പോൾ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി പുള്ളി അത് വെച്ചാണ് കിക്ക് ചെയ്യുന്നതെന്ന് പറയും. മറ്റേ ഇത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ
അപ്പോൾ എല്ലാ സംഗതിയുണ്ട്. നമ്മൾ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഓണറിൽ വലുതായിട്ട് വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം അയാൾ മറ്റ് പല സംഗതികളിൽ ഭയങ്കരമായ വീക്കാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും. ഉള്ള ദൗർബല്യങ്ങളെല്ലാം ചോദിച്ച് അല്ല ഞാൻ ചോദിക്കുന്നത് തൃപ്പൂണിത്തരക്കാരെ മൊത്തം അറിയിച്ചിട്ടേ ഇറങ്ങത്തുള്ളേ. അതുകൊണ്ടല്ല, എന്നാലും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാധനം വരാത്തത് കയ്യിൽ മനസ്സിലായി? എനിക്കറിയത്തില്ല. ഞാൻ എഴുതിയ സാധനം ഞാൻ പറഞ്ഞില്ലേ, പടിഞ്ഞാറേ കൊല്ലം ചോരക്കാലം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഭാവിയിൽ സിനിമ ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ പടിഞ്ഞാറേ കൊല്ലം സിനിമ അതെന്ന് വെച്ചാൽ ഒരു മധ്യവയസ്കനായ ഒരാൾ, ഒരു മധ്യവയസ്ക വേറൊരു ലേഡിയോട് അയാൾക്ക് തോന്നുന്ന ഒരു ഇൻഫാറ്റുവേഷൻ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾക്ക് ഇൻഫാറ്റുവേഷനെ പ്രണയമായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മകൻ, ഒരു 10-18 വയസ്സുള്ള മകൻ ഇതിൻ്റെ കുറുകെ നിൽക്കുന്നത്. അപ്പോഴും ഈ പ്രണയം തോന്നുന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ ക്രൈം കയറി കുറുകെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ എന്തെഴുതിയാലും ക്രൈമായി പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ ഓരോരുത്തർക്ക് ഞാൻ ഈ പിന്നെ ഓരോരുത്തർക്കൊരു യഥം ഉണ്ട്. ഞങ്ങൾ കൊല്ലത്തുകാർ പറയുന്നത് യഥം എന്ന് വെച്ചാൽ ഒരാൾക്കാർക്കൊരു ഋതം, അയാളുടെ ഋതമുണ്ട്. ശരിയാണ്. അപ്പം നമ്മളെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ആ ഋതമാണ്. അപ്പം അതല്ലാതെ നമ്മൾ വേറെ രീതിയിൽ ആവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അലങ്കോലമായി പോകുന്നത്. അപ്പം ഞാൻ പറയാം, ഉദാഹരണത്തിന് ഇപ്പം കൊട്ടാരമൊക്കെ ബന്ധപ്പെട്ടാണ് ഞാൻ കാളികന്തകി എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാളികന്തകി നോവൽ തിരുവിതാംകൂർ അവിടുത്തെ കൊട്ടാരത്തിൽ അവിടുത്തെ ഒരു ചിത്ര മ്യൂസിയം, ഉത്രാടം തിരുനാൾ രാജാവ് പഴയ ഈ ഗ്ലാസ് നെഗറ്റീവ്സാണ്. ഞങ്ങൾ പഴയ കൊട്ടാരം അപ്പോൾ ഈ ഗ്ലാസ് നെഗറ്റീവ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഇളകിപ്പോവും. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കി വരച്ചൊരു ചിത്ര മ്യൂസിയം ഇപ്പം നിങ്ങൾക്ക് കിഴക്കേക്കോട്ട ചെന്നാൽ അത് കാണാം. അതിന് മനോരമയുടെ ഫോട്ടോഗ്രാഫറായിരുന്ന ബി ജയചന്ദ്രനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. പുള്ളി വളരെ സ്നേഹമുള്ള ആളായിരുന്നു ഈ ബി ജയചന്ദ്രനോട്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ ഞാനിങ്ങനെ കൂടെ പോയി ചെയ്തു. അപ്പം അവിടെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വിശ്വാസത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഋതം വന്നു ചേരും, ഈ റൈറ്റിങ്ങിലൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഈ ഡാൻസിൻ്റെയൊക്കെ ചില സാധനങ്ങൾ കാണാം, അത് ഇളകിപ്പോയി ഈ ഗ്ലാസ്. അപ്പം അതൊക്കെ പൂർത്തിയാക്കാനായിട്ടൊരു ഡാൻസർ ചിത്രം എഴുതാൻ വരുന്നൊരു ഈ ചിത്രകാരി, ഇതിനെ ചിത്രം വരയ്ക്കാൻ അങ്ങനെ ഇവിടെ നൃത്തം ചെയ്യാൻ വരുന്നവർ ഇവർ 3 ലേഡീസ് അവിടെ വരിക. അപ്പോൾ ഉമ എന്ന് പറയുന്നിട്ടുള്ള പേരിലാണ് ഇവരുടെ എല്ലാം ബാക്കി വരുന്നത്. യഥാർത്ഥത്തിൽ അത് ഉമയമ്മറാണിയുടെ കൊട്ടാരമായിരുന്നു ഈ സംഗതി. ഇതിനൊന്നും ഒരു ഇതൊന്നുമില്ല. ഇത് ഞാൻ എഴുതിയെടുത്ത് നോവലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 2 മണി 3 മണിയൊക്കെ ആകുമ്പം പുള്ളിക്കാരൻ വന്ന് ഈ കഥകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ പറയും. എന്തിനുണ്ടാണ് പുള്ളിയെ പറയിപ്പിക്കാൻ എനിക്ക്? ഞാനിത് ചുമ്മാ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ കാര്യകാരണ സഹിതം ഇതിൽ ബന്ധിക്കുമോ എന്നും എനിക്ക് ഒരു തിട്ടമുണ്ട്. അത് ബന്ധിക്കാതെ പറ്റില്ല ഇത് കേൾക്കുന്നത്. അപ്പം ഞാനിതെല്ലാം കുറിച്ചെടുത്തത് ഇത് തന്നെത്താനാണ്. ഈ കാര്യകാരണം ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. റൈറ്റിംഗ് അതിൻ്റെ അകത്തുള്ള അങ്ങനെ പറയുന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ അതിൽ പെടുന്നൊരു സംഗതിയാണ് ഇത് നമുക്ക് എല്ലാ അനുഭവമുള്ള സാധനങ്ങളാണ്. ഒരു വെച്ചാൽ അത് നമ്മൾ ഭൂമിയുടെ ഇതിൻ്റെ അന്ധവിശ്വാസമല്ല, ഇത് ഭൂമിയുടെ മൊത്തം ക്രമവും അതിൻ്റെ സംഗതികളും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും ഒക്കെ ആയി ബന്ധിച്ച് കിടക്കുന്നൊരു സാധനം. ഉദാഹരണത്തിന് ഞാൻ ഒരു സാധനം കൂടെ പറഞ്ഞു നിർത്താം, ഒരു അനുഭവം കൂടെ പറഞ്ഞു നിർത്താം. എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ എക്സ്ട്രീമാണ്. അപ്പം ഞാൻ ഈ കള്ളൻ്റെ ആത്മകഥ എഴുതിയതിൻ്റെ അകത്ത് എഴുതിയതിൻ്റെ അകത്ത് വേറെ ഒരു കള്ളൻ്റെ പുള്ളി, അദ്ദേഹം കള്ളനല്ല, ആദ്യ കാലത്ത് പുള്ളിയുടെ വേറെ ചില രസങ്ങളുടെ ഭാഗമായി പുള്ളി ചില ഇതണക്കുള്ള സംഗതികളിലൊക്കെ പോയിരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ എഴുതിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാനൊന്ന് മാറ്റി ആണ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവനെ ഇന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഓഹോ കുഴപ്പമായോ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം പിന്നീട് ഒരു ദിവസം ഇവർ എന്നെ കാത്തു നിന്നിട്ട് പറഞ്ഞു, അപ്പം എടാ നിനക്ക് നാണമുണ്ടടാ, നീ വലിയ എഴുത്തുകാരനാ പറ്റാന്ന്, നീ എന്തിനടാ അണ്ണൻ്റെ പേര് മാറ്റി എഴുതി എൻ്റെ അകത്ത്? നീ എന്തിനടാ മാറ്റി എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ ചേച്ചി കുഴപ്പമില്ലടാ, ഇതൊന്നും അല്ലടാ കഥ, എൻ്റെ കഥയെന്ന് വെച്ചാൽ ഇതിനേക്കാളുണ്ട്, ഞാനങ്ങ് തിരുവനന്തപുരത്ത് വരാം നിൻ്റെ അടുത്ത് കഥ പറയാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം ഞാൻ അന്ന് വൈകുന്നേരത്തെ പത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വൈകുന്നേരത്തുള്ള വാർത്തകളും ഈ റണ്ണിങ് സ്റ്റോറീസ് നോക്കണം. റണ്ണിങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ കഥ തീർന്നിട്ടില്ല, കഥ മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പം കൊല്ലത്താണ് എൻ്റെ സ്ഥലം. കൊല്ലത്തൊരു സ്ഥലത്ത് ഒരു ലേഡി ട്രെയിൻ ഇടിപെട്ടു, ട്രെയിൻ ഇത് പോയി. അപ്പോൾ അതുകൊണ്ട് അപ്പം എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞു, നിങ്ങളെ വീടിൻ്റെ അടുത്ത ആ ഭാഗത്തും കണ്ട
പിന്നെ ട്രെയിനടി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ അത് റണ്ണിങ് സ്റ്റോറിയാണ്, കാര്യം വെച്ചാൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നമ്മുടെ ഓഫീസിൽ നിന്നുള്ള, നമ്മുടെ ബ്യൂറോയിൽ നിന്നുള്ള പറഞ്ഞു, അതാ നമ്മൾ അവിടെ നിന്നുള്ള സ്റ്റോറി ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ട്രെയിനടി പെട്ട ആ ലേഡിയുടെ പിന്നെ തല അങ്ങ് ഇതിൻ്റെ അകത്ത് കുരുങ്ങി അങ്ങ് തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളത്. നമ്മൾ ഈ അവിശ്വസനീയതയുടെ വേറൊരു സാധനം, നമ്മുടെ ജീവിതം എപ്പോഴും അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എഴുതി വയ്ക്കപ്പെടുന്ന സാധനത്തിൻ്റെ അപ്പുറമാണ് ജീവിതം. അപ്പം ഞാനിങ്ങനെ ഇത് ചെയ്തു. അപ്പം ഞാനിത് എന്തോ ഒരു സാധനമാണല്ലോ ഒന്നിങ്ങനെ ഇത് ചെയ്ത സമയത്ത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഡ്രസ്സും എല്ലാം വന്നപ്പോഴത്തേക്ക് ഇനി മനസ്സിലായി ആരാ, ചേച്ചിയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കാഷ്വലായിട്ട് അമ്മ പറഞ്ഞു, ഇങ്ങനെ ഇവളിങ്ങനെ മരിച്ചു അല്ല, അവർ നിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ഒരു 1 ആഴ്ച മുമ്പ് ഈ സാധനം ഇത് ചെയ്ത് വന്നു പോയെന്ന് പറഞ്ഞൊരു സാധനം. നമ്മളൊരു ഞാനൊരു കഥ എഴുതി വെച്ചാൽ നമ്മളത് വിശ്വസിക്കുമെന്ന്. അത് കഴിഞ്ഞതിന് അതും പോട്ടെ, ഈ എന്താണ് കാര്യകാരണ സാധനം ഒരാളിനെ പ്രാപിക്കാനായി ചെന്നെത്തുക എന്ന് പറയുന്നത് ഈ റൈറ്റിങ്ങിൻ്റെയും കലയുടെ ഒരു വലിയ ഒരു സംഗതി. അതൊരു ഹാൻഡിക്യാപ്പാണ് സത്യത്തിൽ. വേറെ എന്തൊക്കെയോ കുഴപ്പങ്ങളിൽ കിടക്കുന്ന ഒരു മനുഷ്യനിലേക്ക് പ്ലസ്സായി ചെന്ന് ചേരുന്ന ചില ഘടകം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വളരെ അടുത്ത കൂട്ടുകാരൻ്റെ കള്ളുകൂടി സദസ്സിൽ നിന്ന് ഒരാൾ പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കുക, ഇങ്ങനൊരു കഥ എവിടെയോ എഴുതിയിട്ടില്ലായിരുന്നോ? ഞാനായിരുന്നു അതിൻ്റെ ലോക്കോ പൈലറ്റ്. ശരി, ഞാനായിരുന്നു എൻ്റെ ലോക്കോ പൈലറ്റ് എന്ന് വെച്ചാൽ. അപ്പം എക്സാക്ട്ലി ഞാനല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എന്ന് വെച്ചാൽ ഈ ഒരു ലോക്കോ പൈലറ്റ് അദ്ദേഹം ആ ട്രെയിൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇത് ചെയ്ത് പോയി. ഇത് വീണ്ടും എടുത്തോണ്ട് വരേണ്ട ആൾക്കാരാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്ന് പുറത്തേക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം ഇത് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയാണ് അത് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ആൾ നമ്മളെ വിളിച്ച് ഇത് പറയുക, ഈ ലോക ലക്ഷക്കണക്കിനുള്ള മനുഷ്യർ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇതിങ്ങനെ യോജിച്ച് വരിക എന്നുള്ള സാധനമുണ്ടല്ലോ. അപ്പം പിന്നെ ഇവിടെ സ്വാമിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ പറഞ്ഞതിനൊക്കെയുള്ള മോസി എന്നുള്ളതും ഈശോ എന്നുള്ള സാധനം എങ്ങനെ 6 മാസം കഴിഞ്ഞ്, അത് 6 മാസമല്ല, അത് 6ാമത്തെ അല്ല, തിങ്കിങ് പ്രോസസ്സിൻ്റെ ആ സ്ഥലത്ത് തന്നെ അത് എഴുതപ്പെടാൻ കാത്തിരിക്കുക. പക്ഷെ അത് നമ്മുടെ പല വിധത്തിലുള്ള മനോവ്യാപാരങ്ങളുടെ ശല്യങ്ങൾക്കിടയിൽ നിന്ന് ക്ലാരിറ്റിയോടുകൂടി അത് എത്താനായിട്ടെടുത്ത സമയമാണ് ഈ 6 മാസം എന്ന് പറയുന്നൊരു സാധനം. മനസ്സിലായോ? താങ്ക് യു. പാർവതിയോടാണ്. പാർവതി, ഇവർ സിനിമാക്കാരായി കഴിഞ്ഞു. പാർവതി ക്രൈം എഴുതിയ വേറൊരു വലിയ ക്രൈമാണ്. ആ ക്രൈമിൻ്റെ രഹസ്യം എന്താണ്? ഇനി ഒരു സിനിമയുടെ തിരക്കഥ എഴുതുന്നു അറിഞ്ഞു. എങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വരണമെന്നും സിനിമ ആവണമെന്നും ഒക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടോ? നമ്മുടെ സ്വന്തം കഥകളൊക്കെ തന്നെ, അതിൻ്റെ ആ രഹസ്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ ഞങ്ങളോട്? സിനിമ ആയതൊരു പുസ്തകം അല്ല, അതൊരു ഒരു ഫെസ്റ്റിവൽ മൂവി ടൈപ്പ് കഥയാണ്. ക്രൈമോ അല്ല, എൻ്റെ ഒരു ജോണറേ അല്ല. പക്ഷേ എൻ്റെ ഒരു ജോണറേ അല്ല. പക്ഷേ എഴുതാൻ ഉള്ളൊരു അവസരം വന്നപ്പം കിട്ടി, അതൊരു ഭാഗ്യമായി കരുതുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ പുസ്തകം പോയട്രി കില്ലർ ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതിലുണ്ട്. പിന്നെ വയലറ്റ് മുകളുടെ മരണം, ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവർ രണ്ടുപേരോടും ഉള്ളൊരു ഏറ്റവും വലിയൊരു ഇതെന്താണെന്നറിയോ? നമ്മളിപ്പം ഞാൻ എഴുതുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സ്വാതന്ത്ര്യത്തിനെ ഇങ്ങനെ കളഞ്ഞിട്ട്? ഒരു എഴുത്തുകാരനും സ്ക്രിപ്റ്റ് റൈറ്ററിനും രണ്ട് തരം സ്വാതന്ത്ര്യമാണ്. അല്ല ഇത് ചേട്ടാ, വൈകുന്നേരം ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ പണ്ടൊരു കഥ ഞാൻ പറയാം. പണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കഥ തന്നെ. പണ്ടിങ്ങനെ ഒരാളിങ്ങനെ ഇരുന്ന് പിന്നെ ഒരു വലിയ തിരക്കഥാകൃത്ത്, പിന്നെ സ്വാമിച്ചേട്ടനല്ല കേട്ടോ, അത് നമുക്ക് അവരെയൊക്കെ സമകാലികനായ വേറൊരാളിങ്ങനെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചീട്ടുകളി നടക്കുക ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പ്രധാന നടൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ച്, പിന്നെ എന്തുവാ ചേട്ടാ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പുള്ളി ചീട്ട് കളിച്ചവൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, 5 ലക്ഷം രൂപ പിന്നെ നീ ഒന്ന് കൊണ്ടു തരുമോ എനിക്ക്? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അല്ല, ഞാൻ ഈ ജോൺറയിൽ എന്തായാലും ഞാൻ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചിട്ട് എനിക്ക് കേട്ട കഥ അതിഭീകരമായ ഒരു കഥയായിരുന്നു ഈ മനുഷ്യൻ പറഞ്ഞത്.
പാർവതിക്ക് പ്രണയം എഴുതാൻ കഴിയുമോ? പാർവതിയുടെ പ്രണയം എഴുതാൻ മൈൻഡ് എന്താണ്? ഇഷ്ടമാണ്. ഇപ്പം പുതിയ പുസ്തകം പ്രണയമാണ്. ആ, അതെ. പക്ഷെ എന്തൊക്കെയായാലും ഇന്ദുചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു പിടപ്പുണ്ടല്ലോ, ആ ഒരു ലഹരി ഉണ്ടല്ലോ, അത് ഒരു ക്രൈം എഴുതുമ്പോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. വേറെ എന്തെഴുതിയാലും അത് കിട്ടുന്നില്ല. പ്രണയം എഴുതി അതൊരു ഒരു എന്താ പറയുക, ഒരു ട്രെൻഡ് വൈസ് നമുക്കും എഴുതാൻ പറ്റും എന്ന് ഉള്ള ഒരു പ്രണയമുണ്ട് ഉള്ളിൽ. ഇത്രയും പറഞ്ഞിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് എഴുതാൻ പറ്റി. പക്ഷെ ഒരു ലഹരി അല്ലെങ്കിൽ ആ ഒരു പിടപ്പ് ക്രൈം എഴുതുമ്പോഴേ കിട്ടുന്നുള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള സത്യം. സ്വാമി സാറിനോട് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ചേർത്ത് നമുക്ക് അടുത്തത് ഓഡിയൻസിലേക്ക് നമുക്ക് നീങ്ങാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവർ സിനിമ എഴുതിക്കൊണ്ടിരിക്കണം, പുതിയ ഒരുപാട് ആളുകൾ പുതിയ പുതിയ ഐഡിയാസുമായി പുതിയ പുതിയ കഥകളുമായി തിരക്കഥകളുമായി ഒക്കെ സിനിമയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നു. ആസ് എ സീനിയർ പേഴ്സൺ ഇൻ സിനിമ, അതായത് റൈറ്റർ മാത്രമല്ല, സാർ ഇപ്പോൾ ഒരു ഡയറക്ടറും കൂടിയാണ്, ആക്ടറാണ്. ഇപ്പോൾ സാറിന് ആ പുതിയ കഥാകാരന്മാരിൽ പുതിയ കാലത്തിലെ ആളുകളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഒരു ഹീറോ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സിനിമയ്ക്കുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു ഹീറോ അല്ലെങ്കിൽ ആ ഹീറോയുടെ ഗുഡ് വില്ല്, അയാളുടെ പേര്, പെരുമ, ഇത് വെച്ച് മാത്രം ഒരു സിനിമ ഇന്ന് ലോകത്തിലൊരു ലാംഗ്വേജിൽ ഓടില്ല, പറ്റില്ല. കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ 36 എന്തോ പടമായിരുന്നു ഹോളിവുഡ് ഡിസാസ്റ്റേഴ്സ് ബിക്കോസ് ഓഫ് ഹീറോ. തെലുങ്ക്, ഹിന്ദി, തമിഴ്, കുറച്ച് മലയാളം. കാരണം ഈ ആളുകളുടെ ടേസ്റ്റ് മാറി, നമ്മളത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് റീൽസിൻ്റെ കാലഘട്ടം. അതെ അതെ അതെ. നമ്മളിപ്പോഴും നോവലും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതായത് 1983-ലോ 84-ലോ ലോകത്തിൽ വായന കൾച്ചർ ഒരാൾ മാറ്റി, ഒറ്റാളെ മാറ്റിയത്. അയാൾ അമേരിക്കയിൽ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ, അന്ന് ന്യൂയോർക്ക് ടൈംസൊക്കെ 40 പേജ് 50 പേജാണ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരുന്നു. അയാൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ പേപ്പർ വാങ്ങി വായിച്ചു, ഒരു സെക്കൻഡ് കൊണ്ട് വലിച്ചെറിഞ്ഞു. അയാൾ മനസ്സിലാക്കിയത് ഇയാൾക്ക് പേപ്പർ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നൊന്നും അയാൾക്ക് മനസ്സിലായി. അയാൾക്കത് വായിക്കാനുള്ള ക്ഷമയില്ല. അന്ന് അയാളൊരു കൾച്ചറുണ്ട്, അതിൻ്റെ പേരാണ് ടാബ്ലോയിഡ് കൾച്ചർ എന്ന് പറയുന്ന സാധനം. ഹെഡിങ് വലുതായിരിക്കും, മാറ്റർ ചെറുതായിരിക്കും. ഇന്ന് ഏത് പത്രത്തിനും അതാണ്. മനോരമ എടുത്ത് നോക്കിയാലും, മാതൃഭൂമി എടുത്താലും, ഏത് ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാലും വലിയ ഹെഡിങ് ആയിരിക്കും. ആ ഹെഡിങ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ആ കൾച്ചറാണ് ഇന്ന് സിനിമയിലും പത്രത്തിനുള്ള ഒരു പ്രധാന ഈ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ വായനക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഘടകം. അതുപോലെ തന്നെ എല്ലാം. അപ്പം ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈബ്രറിയൊക്കെ വീട്ടിലുണ്ടാവും, വായിച്ച ബുക്കുകൾ കുറവായിരിക്കും. സത്യമാണ്. അപ്പോൾ ആൾക്കാരുടെ ക്ഷമ എന്ന് കുറയാൻ കാരണം ഈ ടെക്നോളജിയാണ്. കാരണം എല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള സൗകര്യം കിട്ടുകയാണ്. അപ്പോൾ കുത്തിയിരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ വളരെ റയറാണ്. അപ്പം അവരുടെ മനസ്സിനെ അത് വല്ലാതെ ആകർഷിച്ചില്ല. അപ്പോൾ എന്താ, ഈ സിനിമയ്ക്ക് കണ്ടന്റ് ഹാസ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പം ഇനി ഈ കണ്ടന്റിന്ന് അടുത്ത സ്റ്റേജ് എന്തായിരിക്കും നമുക്കറിയില്ല, പറയില്ല. പക്ഷെ ഇപ്പോൾ നിലവിലുള്ളത് കണ്ടന്റ് നല്ലതാണെങ്കിൽ മാത്രമേ ബാക്കി അതിൻ്റെ പുറകിലുള്ള ടെക്നീഷ്യൻസൊക്കെ ഈവൻ അവർ പെർഫോം ചെയ്യാൻ മിടുക്കന്മാരായാൽ മതി. ആർട്ടിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ക്യാമറ ആയാലും മ്യൂസിക് ആയാലും എന്തായാലും അവരുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാനുള്ള പേര് കൊണ്ട് വലിയ അത്യാവശ്യമില്ല. കാരണം ഈ പറഞ്ഞാണ്, കാരണം ആൾക്കാരുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ആ ടേസ്റ്റ് മാറ്റം ഉൾക്കൊണ്ട റൈറ്ററാണ് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് വിജയസാധ്യത കൂടുതലാണ്.